കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളി പ്രവർത്തകരുടെ മുദ്രാവാക്യമാണ്. ജോലി വിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്ന് അരുൾ ചെയ്തോൻ കൊല്ലാക്കൊലയെ എതിർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് അവസാനം കുറിക്കണം. അത് ന്യൂനപക്ഷവും RSS മാതൃകയിൽ അക്രമാസക്തമായ വർഗീയ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല. എല്ലാതരം തീവ്രവാദ സംഘടനകളുടെ വോട്ട് കിട്ടിയാലും എങ്ങനെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന സമീപനം UDFന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. മതരാഷ്ട്രവാദികളുമായി UDF ഏർപ്പെട്ടിട്ടുള്ള കൂട്ടുകെട്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. മലപ്പുറം ജില്ല ഒരു കൊച്ചു പാകിസ്ഥാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജനസംഘം സമരരംഗത്ത് വന്നപ്പോൾ ആ സമരത്തിനൊപ്പം നിന്നവരാണ് കോൺഗ്രസ്സുകാർ. പള്ളിയും മസ്ജിദും ആരാധനാലയങ്ങളെയും എല്ലാം ആദരവോടുകൂടി കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അല്ല എന്നുള്ള കല്ലുവെച്ച നുണ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കല്ലുവെച്ച നുണയാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് പുലാമന്തോളിൽ EMS പള്ളി ഉണ്ടായത്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, ഇപ്പം ഇവിടെ ഈ ചെറിയ ചില സ്നേഹോപഹാരങ്ങളൊക്കെ ഏൽപ്പിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി മാത്രമാണ് നമ്മുടെ സ്നേഹാദരങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള വ്യക്തി. ഞാനിതിവിടെ വച്ചിരിക്കുന്നത് തിരക്കിട്ട ഓട്ടത്തിനിടയിൽ സഖാവ് സ്വരാജിന് ഇവിടെ വരാൻ തരപ്പെടുകയാണെങ്കിൽ സഖാവ് സ്വരാജിന്റെ കഴുത്തിലിടാൻ വേണ്ടിയാണ് നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ സ്നേഹോപഹാരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ മുതിർന്നവർ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള പരിഗണനയിൽ മാത്രമാണ് എനിക്കത് തന്നത്. എന്നോട് വ്യക്തിപരമായുള്ള എന്തെങ്കിലും ആദരവ് കൊണ്ടല്ല എന്ന കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ തിരിച്ചറിയുകയാണ്. നിലമ്പൂരിലെ ജനങ്ങൾ എന്തു തീരുമാനമെടുക്കും എന്നത് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ. കാരണം ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സഖാവ് M. സ്വരാജിൻ്റെ ഒരു സവിശേഷത എന്താ? അത് നിങ്ങൾക്കറിയാം. ആർക്കും ഒരു ആശയക്കുഴപ്പവും കൂടാതെ താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ കഴിയുന്ന ഒരു ഭാഷയും ശൈലിയുമുള്ള കേരളത്തിൻ്റെ അഭിമാന പുത്രനാണ് സഖാവ് സ്വരാജ്. ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതിനോട് തർക്കിക്കുമോ? നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പം നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ സാധാരണ ഇതിൽ ബഹുമിടുക്കന്മാരാകും. ചിലർ തൽക്കാലം ബഹുമിടുക്കനല്ലെങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നല്ല മിടുക്കനായിട്ട് തീരും എന്ന് പറഞ്ഞ് ചിലരെ പരീക്ഷിച്ച് അവരുടെ വഞ്ചനയിലൂടെ അവർ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് അവസരം വന്നിട്ടുണ്ട്. അതും ചിലപ്പോൾ സംഭവിക്കും, മനുഷ്യരല്ലേ. പക്ഷെ ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത സ്നേഹത്തെ വഞ്ചിച്ച വ്യക്തിയോട് കണക്കു പറയാനുള്ള ഈ സന്ദർഭം നിങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക്, ഈ നാടിൻ്റെ അഭിമാനം, നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ജനപ്രതിനിധി, തിരഞ്ഞെടുക്കാൻ പോകുന്നതാണ്, വോട്ട് ചെയ്ത്
ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ നാടിൻ്റെ അംഗീകാരം നേടിയെടുക്കും എന്ന് നമ്മളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രിയങ്കരനായ സഖാവ് എം സ്വരാജ്. എനിക്കെൻ്റെ അനുജനാണ് സ്വരാജ്. ഇങ്ങനൊരു അനുജനുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ള അനുജന്മാർ വളർന്നു വന്നാലാണ് ഈ നാടിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വരാജ് എന്താണ് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഇവിടെ ഇന്നേ വന്നുള്ളൂ, മറ്റ് ചില ജോലികൾ നിങ്ങൾക്കറിയാം. ജമ്മു കാശ്മീരിൽ പോണ്ടി വന്നു, നിങ്ങൾ ചിലരെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഖാവ് കെ രാധാകൃഷ്ണനും ഇവിടെ പ്രവർത്തിക്കുന്നത് പോലെ പ്രധാനമാണ് അവിടെ പോയി നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പലരും ഞങ്ങളവിടെ കണ്ടുമുട്ടി. അപ്പൊ ഇങ്ങനെ പല പ്രവർത്തനത്തിനിടയ്ക്ക് ഈ അവസാനം നാളെ 5 മണിക്ക് പ്രവർത്തനം പരിപാടി ഔപചാരികമായ പരസ്യ പ്രവർത്തനം അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സഖാവ് സ്വരാജിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ചുറ്റിക അരിവാൾ നക്ഷത്രത്തിനും വേണ്ടി 2 വാക്ക് പറയണ്ടേ നിങ്ങൾ എന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ ചോദിച്ചു. അപ്പോഴാണ് സഖാവ് വിജയരാഘവനുമായിട്ട് സംസാരിച്ചിട്ട്, ഗോവിന്ദൻ മാഷുമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അതിനിടയ്ക്ക് ഇവിടെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സഖാവ് സ്വരാജിനെ പഠിപ്പിച്ച അധ്യാപകർ അവർ പറഞ്ഞത് നിങ്ങളെല്ലാം വായിച്ചില്ലേ പത്രങ്ങളിൽ വന്ന്? സ്വന്തം അധ്യാപകർ ഇതുപോലെ അഭിമാനത്തോടുകൂടി തങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുന്ന ഈ നിമിഷമാണ് നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനം തോന്നുന്നത്. സാഹിത്യത്തിൽ, കലയിൽ ഒക്കെ കേരളം ഒരുപാട് വലിയ പ്രതിഭകളെ ലോക സാഹിത്യത്തിന് സംഭാവന ചെയ്ത കൂട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ ഒപ്പം നമ്മുടെ അഭിമാനമായി പ്രവർത്തിക്കുന്ന കഥയുടെ കാലഭൈരവൻ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന ടി പത്മനാഭൻ എന്ന ടി പപ്പേട്ടൻ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന് പുറത്തായിരുന്ന എനിക്കൊരു ഫോൺ വന്നു. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ട് കിങ് ഓഫ് സ്റ്റോറി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കഥയുടെ രാജാവ്. പപ്പേട്ടൻ്റെ പേരങ്ങനെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇത് പപ്പേട്ടൻ അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ എടുത്തു. പപ്പേട്ടൻ പറഞ്ഞു നന്നായി, വളരെ വളരെ നന്നായി. പപ്പേട്ടനോട് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ രീതി ഇതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല പപ്പേട്ടന് എന്നെ വിളിച്ച് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അത്രയേ ഉള്ളോ? അല്ല ബേബി, ഞാനിത് പരസ്യമായി പറയും. ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം പേര് ഞാൻ പറയാൻ ഉരുപ്പെടുന്നില്ല. സാനു മാഷ് പറഞ്ഞിട്ടുണ്ട്, സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പപ്പേട്ടനൊരു, ഇവർക്കെല്ലാം പ്രത്യേകതകളുണ്ട്. പക്ഷെ പപ്പേട്ടനെ കോൺഗ്രസ് നേതാക്കന്മാരും കാണാൻ പോകുന്നു. പപ്പേട്ടൻ സാധാരണ പറയുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കും, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. നിങ്ങൾ ശ്രദ്ധയപ്പെട്ടുണ്ടാവും ടി പത്മനാഭൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ കോൺഗ്രസ്സുകാരനായ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പപ്പേട്ടൻ ഇതറിഞ്ഞാൽ പരിഭവിക്കും, പഴയ കോൺഗ്രസ്സുകാരനായ ടി പത്മനാഭൻ ഇപ്പോഴത്തെ കോൺഗ്രസുമായിട്ട്, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ചെന്നാലും അദ്ദേഹം അവരെ സ്വീകരിക്കും, സുജന മര്യാദയുണ്ട്. പക്ഷേ കഥയുടെ ലോകത്ത്, സാഹിത്യത്തിന്റെ ലോകത്തെ ഒരു അത്യപൂർവ പ്രതിഭ
രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ പക്ഷത്തുനിന്ന് നിന്നു പോന്നിട്ടുള്ള ഒരാൾ എം സ്വരാജിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ മണ്ഡലത്തിലെ കോൺഗ്രസുകാർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പിണറായി വിജയൻ മുതൽ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാം സംസാരിച്ചിട്ടുണ്ട്. LDF നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ സാഹിത്യ ലോകത്തിന്റെ അഭിമാനമായ രാഷ്ട്രീയമായി തനിക്കിപ്പോഴും കോൺഗ്രസുമായിട്ടാണ് ബന്ധം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പപ്പേട്ടൻ എന്ന ശ്രീ ടി പത്മനാഭൻ നടത്തിയ അഭ്യർത്ഥന ഈ മണ്ഡലത്തിലെ വോട്ടർമാരിൽ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവർ പരിഗണിക്കേണ്ട കാരണങ്ങൾ ഒരുപാടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഒന്നാമതായി ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവിതവും ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കേണ്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രാഷ്ട്രതന്ത്രപരവും അതിന് രാഷ്ട്രീയമെന്നും നമുക്ക് ചുരുക്കി പറയാം. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, ഇതിൽ രണ്ടിലും എവിടെയാണ് സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്? സഖാവ് സ്വരാജിനെ എതിർക്കുന്ന പലതരം UDF മുതൽ മറ്റു പല സ്ഥാനാർത്ഥികളുമുണ്ട്. മുഖ്യമായും തെരഞ്ഞെടുപ്പ് മത്സരം ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ്. എന്നാൽ മതവിശ്വാസത്തെ രാഷ്ട്രീയ നിലപാടുകളിൽ ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണത നിലമ്പൂരിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇന്നുണ്ടല്ലോ. അതിനോടെന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടാത്ത മറ്റു പാർട്ടികളുടെയും മുന്നണികളുടെയും സമീപനം? ഇവിടെ കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. ആ കൃത്യമായ ധാരണ വലിയ വലിയ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളെയും പുസ്തകങ്ങളെയും ഒക്കെ ആസ്പദമാക്കി വേണമെങ്കിൽ നമുക്കെടുക്കാം. മതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ പിന്തുടരേണ്ട സമീപനം. എന്നാൽ കേരളം ജന്മം നൽകിയ രണ്ട് പ്രതിഭകൾ, ഒന്ന് ഈ ഏറനാട് വള്ളുവനാട് പ്രദേശത്തിന്റെ സൃഷ്ടിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. മറ്റൊന്ന് തിരുവിതാംകൂറിൽ ജനിച്ച് വളർന്ന് ഒരർത്ഥത്തിൽ വിശ്വഗുരുവായി മാറിയ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ദർശനമാണ്. അത് ശ്രീനാരായണ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ മതവും മനുഷ്യനും തമ്മിൽ ഉണ്ടാവേണ്ട ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലേ? അതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് മുതൽ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ കാഴ്ചപ്പാടുണ്ട്. മതവിശ്വാസമാകാം, പക്ഷെ മതകലഹമായിക്കൂടാ. ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, ഇന്ന് ആളുകൾ പിന്തുടരുന്ന ഏതെങ്കിലും മതവിശ്വാസമോ ജാതി വിശ്വാസമോ ഒന്നും എനിക്കില്ല, മനുഷ്യനിലാണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം ഓരോരുത്തർക്കും അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന മതവിശ്വാസമാകാം, മറ്റുള്ളവരുടെ മതവിശ്വാസത്തിൽ ഇടപെടരുത്. ഇതൊക്കെയാണ് ആധുനിക സമൂഹം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ പ്രദേശം ജന്മം നൽകിയ നമ്മൾ വേണ്ടത്ര
ഓർത്ത് പറയേണ്ടപ്പോഴെല്ലാം പറയുന്നുണ്ടോ എന്നെനിക്ക് സംശയമുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ആ നാടകത്തിനൊരു പേരുണ്ട്. ആ പേരിന് മഹത്തായൊരു സന്ദേശമുണ്ട്. ആ പേര് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഭാഷയിലുള്ള പേരാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം. ഇജ്ജ് ഒരു നല്ല മനുഷ്യനാവാൻ നോക്ക്. അതാണ് ആ നാടകത്തിന്റെ പേര്. സഖാവ് എം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാട്ടുകാരോട് പറയുന്നത് EK അയമ്മു എഴുതിയ നാടകമാണിത്. ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക്. അതാണ് സഖാവ് എം സ്വരാജ് പറയുന്നത്. ഓരോരുത്തർക്കും അവർക്ക് ശരിയെന്ന് തോന്നുന്ന മതവിശ്വാസമാകാം, പ്രത്യയശാസ്ത്ര വിശ്വാസമാകാം. പക്ഷെ ആദ്യം നല്ല മനുഷ്യനാകാൻ നോക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയാണ് EK അയമ്മു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അച്ചടി മലയാളമല്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രമുഖമായ രചന എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടാർന്ന് എന്നാണ്. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നല്ല. EK അയമ്മു ഇതേ സമീപനം സ്വീകരിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഞാൻ ഈ നാടകത്തിലൂടെ പറയുന്ന ആശയവുമായി വിദ്യാർത്ഥികൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ ഈ നാടകത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്കാണ് സഖാവ് എം സ്വരാജ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ സഖാവ് എം സ്വരാജ് പറയുന്നത് ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന EK അയമ്മുവിന്റെ സന്ദേശം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സന്ദേശം. ഇത് രണ്ടും ഒന്നാണ്. ഇത് രണ്ടും മാത്രമല്ല, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോ യേശുക്രിസ്തു ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞതും മറ്റൊന്നല്ല. അത് പൊന്നാനിയിലെ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ സംഘടനയുണ്ടാക്കി സഖാവ് എം സ്വരാജ് ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടി, ആ കൊടി പിടിച്ചുകൊണ്ട് പൊന്നാനി തെരുവിലൂടെ ബീഡി തൊഴിലാളികളുടെ പ്രകടനം നടന്നപ്പോൾ അവർ വിളിച്ചു, ജോലി വിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്ന് അരുൾ ചെയ്തോൻ, കൊല്ലാക്കൊലയെ എതിർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്കുന്ന ആശയം തന്നെയാണ് പ്രവാചകനായ നബി പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും അതിൻ്റെ ആവിർഭാവകാലം മനുഷ്യ സ്നേഹത്തിലും മനുഷ്യ സാഹോദര്യത്തിലും മനുഷ്യർ ഹൃദയങ്ങൾ കോർത്ത് കൈകൾ കോർത്ത് പരസ്പരം ജീവിതം മെച്ചപ്പെടുത്തണം എന്ന സന്ദേശമാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ സൂക്ഷ്മമായി കണ്ടെത്തിയിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി, ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് നടക്കുന്ന ധാരാളം കള്ളപ്രചാര വേലകളുണ്ട്. ഇടതുപക്ഷക്കാർ മതത്തിനെതിരാണെന്നല്ല. എന്ത് മനസ്സിലാക്കിയിട്ടാണ്? മഹാബദ്ധമാണ്. അതിനെക്കുറിച്ച് ഇതുപോലൊരു സന്ദർഭത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. സമയമെടുക്കും, ഇനിയൊരു യോഗസ്ഥലത്തു കൂടി ചെല്ലാനുണ്ട്. പക്ഷെ ഇപ്പോ ഈ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളി പ്രവർത്തകരുടെ മുദ്രാവാക്യമാണ്. ജോലി വിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്ന് അരുൾ ചെയ്തോൻ, കൊല്ലാക്കൊലയെ എതിർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മതസൗഹാർദ്ദമാണെങ്കിൽ
സഖാവ് എം സ്വരാജ് നിലകൊള്ളുന്നത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ്, മത സഹിഷ്ണുതയ്ക്ക് വേണ്ടിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് അവസാനം കുറിക്കണം. അത് ന്യൂനപക്ഷവും RSS മാതൃകയിൽ അക്രമാസക്തമായ വർഗീയ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല, ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനെതിരായി പൊരുതുന്ന ഗൗരവത്തോടുകൂടി RSS മാതൃകയിൽ ന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്കെന്ന പേരിൽ വർഗീയ പ്രസ്ഥാനങ്ങളും RSSന്റെ മാതൃകയിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും. സഖാവ് അഭിമന്യുവിനെ കൊന്നില്ലേ മഹാരാജാസ് കോളേജില്? ആരാ കൊന്നത്? RSS മാതൃകയിൽ ന്യൂനപക്ഷത്തിന്റെ പേരിലുണ്ടാക്കിയ സംഘടനയുടെ ആളാണ് കൊന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലുള്ള വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അപ്പോഴാണ് എല്ലാതരം തീവ്രവാദ സംഘടനകളുടെ വോട്ട് കിട്ടിയാലും എങ്ങനെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന സമീപനം UDFന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് UDFനെ നയിക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ മുന്നണിയിൽ തന്നെ പെട്ട ചില പാർട്ടികളോട് തരാതരം പോലെ പെരുമാറുന്നുണ്ട്. ഞങ്ങളുടെ ചില അഖിലേന്ത്യാ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊടിയുമായിട്ട് വരാൻ പാടില്ല, നിങ്ങളുടെ വോട്ടെല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ, നിങ്ങളുടെ വോട്ടും കൂടെ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ കാര്യങ്ങൾ, പക്ഷെ കൊടി പിടിക്കരുത് എന്ന് പറയുന്ന പോലുള്ള സമീപനങ്ങൾ. അതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കിടയിലും ചില സ്ഥലങ്ങളിൽ അനുഭവപ്പെടുകയുണ്ടായി എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കാമല്ലോ അല്ലേ ഇവിടെ ഇരിക്കുന്നവർക്ക്? കുഴപ്പമില്ലല്ലോ. മഴയുടെ പെരുമ്പറയാണോ എൻ്റെ വാക്കുകളാണോ നിങ്ങളുടെ കുഴപ്പം? രണ്ടും സമാധാനപരമായ സഹവർത്തിത്വം അല്ലേ? മഴയുടെ പെരുമ്പറയ്ക്കും എൻ്റെ വാക്കുകൾക്കും. അപ്പൊ വർഗീയതയോടുള്ള സമീപനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മതരാഷ്ട്രവാദികളുമായി UDF ഏർപ്പെട്ടിട്ടുള്ള കൂട്ടുകെട്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. UDFന്റെ തകർച്ചയിലേക്ക്, UDFന്റെ രാഷ്ട്രീയമായ ശിഥിലീകരണത്തിലേക്ക് ഈ മതരാഷ്ട്രവാദികളുമായിട്ടുള്ള UDFന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഈ കൂട്ടുകെട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയാണ് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ടുള്ള ബന്ധത്തിന് അവർ തയ്യാറായിരിക്കുന്നു. പിന്നെ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാമ്പത്തിക നയങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയങ്ങളും UDFന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേന്ദ്ര ഭരണത്തിൽ അവർ ഇരുന്നിട്ടുള്ളപ്പോൾ, സംസ്ഥാന ഭരണത്തിൽ അവർ ഇരുന്നിട്ടുള്ളപ്പോൾ അവരുടെ സമീപനം എന്താണ്? ഇപ്പൊ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില വിചിത്രമായ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കാൻ അവർ കുറെ പേരെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ജൂലൈ മാസം 9-ാം തീയതി അഖിലേന്ത്യാ തലത്തിൽ നടക്കാൻ പോകുന്ന തൊഴിലാളികളുടെ സമരം, ആ സമരത്തിൽ ആശാവർക്കർമാരുടെയും എല്ലാം
അവകാശത്തിന്റെ പ്രശ്നമുണ്ട്, കൂലിയുടെ പ്രശ്നമുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പലതവണ ചർച്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന്റെ മറ്റ് സങ്കീർണതകളിലേക്ക് പോകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം കേരള ഗവൺമെന്റാണ് പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്തിരുന്നവർ ഇപ്പോൾ ഇവിടെ വന്ന് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുകയാണ്. അപ്പം രാഷ്ട്രീയമായ സമീപനമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് അവർ ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെളിപ്പെടുകയുണ്ടായി. അവരിത്തരം നിലപാടെടുത്തത് കൊണ്ടുള്ള ഗുണമെന്താ? ഈ ആശാ വർക്കർമാർക്ക് അവരുടെ വരുമാനത്തിൽ 99% ഉയർച്ചയും ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റുകളാണെന്നുള്ള വസ്തുത ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ അവസരം കിട്ടി. അവരുടെ വരുമാനത്തിൽ 1% വർധന ഒരു തവണ 100 രൂപയുടെ വർധന വരുത്തിയ UDFന്റെ ഒപ്പം ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഒന്നാമത് ഉത്തരവാദിത്വമുള്ള കേന്ദ്ര ഗവൺമെന്റിലെ ഒരു മന്ത്രി, അദ്ദേഹം അഭിനേതാവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് തരത്തിൽ ആരുടെ മുമ്പിൽ അഭിനയിക്കാനും അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? അദ്ദേഹത്തിന്റെ തൊഴിലതാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെന്ന് ഇവരോട് അഭിനയിച്ചു. ഇവരുടെ മുമ്പിൽ അവർക്കൊരു പരിഭവമില്ല. അപ്പൊ ആശാവർക്കർമാരുടെ ജീവിതത്തിന് ദുസ്സഹമായ വിഷമതകൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും നയങ്ങളും കേന്ദ്ര ഗവൺമെന്റാണ് കൈക്കൊള്ളുന്നത്. ആ നയങ്ങൾ തിരുത്താൻ തങ്ങളുടെ മുമ്പിൽ വന്ന ഈ അഭിനേതാവായ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം ശ്രമിച്ചാൽ മതിയെന്ന് അദ്ദേഹത്തോട് ഇവർ പറഞ്ഞില്ല. അപ്പൊ BJPയും UDFും ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി നടത്തിയ അപഹാസ്യമായ രാഷ്ട്രീയ കുൽസിതം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആ കുൽസിതം ഇപ്പം നിലമ്പൂരിൽ തെളിഞ്ഞു. അവരിവിടെ വന്ന് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സഖാവ് M സ്വരാജിന്റെ പ്രചരണ സാഹിത്യം അതുവഴി നിങ്ങൾ അറിയുന്നു എത്ര പേർക്കാണ് UDFന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. ആ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കെല്ലാം ഹൃദിസ്ഥമാണ്. ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു ഭാഗം ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നവരാണ്. പക്ഷെ ചില കാര്യങ്ങൾ വെളിപ്പെട്ടു. AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഇവിടെ വന്നു. എന്താ പറഞ്ഞത്? LDF ഗവൺമെന്റ് 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു. ഇത് കൈക്കൂലിയാണ്. കൈക്കൂലിയുടെ നിർവചനവും എന്താണ് കൈക്കൂലി എന്നതുമെല്ലാം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാണ് കൂടുതൽ അറിയാവുന്നത്. ഇപ്പൊ ബോഫേഴ്സ് കുംഭകോണം മുതൽ ബോഫേഴ്സ് കൈക്കൂലി മുതൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്ന മനുഷ്യരെ അധിക്ഷേപിക്കുകയാണ് ശ്രീ KC വേണുഗോപാൽ ചെയ്തത്. ശ്രീ KC വേണുഗോപാലിന്റെ മുതിർന്ന നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 18 മാസം വരെ കുടിശ്ശികയുണ്ടായിരുന്നു ക്ഷേമ പെൻഷന്, ഇല്ലേ? ആ 18 മാസത്തെ കുടിശ്ശിക അവർ വരുത്തിയത് ഇപ്പോ ഈ ശ്രീ KC വേണുഗോപാലിന്റെ വിശദീകരണം കേട്ടപ്പോഴാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, അതുകൊണ്ട് ആ കൈക്കൂലിയാണ് 18 മാസം കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതിലൂടെ ജനങ്ങൾ കൈക്കൂലി വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ സഹായകമായ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്ന മട്ടിൽ
കെ സി വേണുഗോപാൽ വിശദീകരിക്കുമോ? അതാണോ കെ സി വേണുഗോപാൽ ഉദ്ദേശിച്ചത്? അതിനുശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്തെ MP ആണ്. പ്രിയങ്ക ഗാന്ധി വന്നിട്ട് പറഞ്ഞു, ശ്രീ കെ സി വേണുഗോപാലിന്റെ തിരക്കഥയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി വാധ്ര എന്ന് പറയണം, അല്ലേ? അതല്ലേ എൻ്റെ മര്യാദ. ഞാൻ പറഞ്ഞു വന്നത്, വളരെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിനിടയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ക്ഷേമ പെൻഷനുകൾ UDF കാലത്ത് 600 രൂപ പെൻഷൻ, അത് 18 മാസം കുടിശ്ശിക വരുത്തിയവർ. ഇപ്പൊ പെൻഷൻ കുടിശ്ശിക കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ചമർത്തുന്ന, വൈരാഗ്യത്തോടുകൂടി പെരുമാറുന്ന സാഹചര്യത്തിൽ പോലും 1-2 മാസത്തെ കുടിശ്ശിക ചില ഘട്ടങ്ങളിൽ ഉണ്ടായത് തീർത്തു കൊടുക്കുന്ന നയസമീപനം പാലിക്കുന്ന ഗവൺമെന്റിനോട് കൈക്കൂലി നിങ്ങൾ ജനങ്ങൾ കൊടുക്കുകയാണ് എന്ന് ആക്ഷേപിക്കുന്നു. അപ്പോൾ UDFനെ വളരെ വേണമെങ്കിൽ അഭിമാനപൂർവ്വം പറയാം, ഇത് കൈക്കൂലി ആയതുകൊണ്ടാണ് ഞങ്ങൾ 18 മാസം ഇത് കൊടുക്കാതിരുന്നത്. കൈക്കൂലി നിഷേധിക്കുകയായിരുന്നു, അത് വാദിക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. 600 ആയിരുന്ന ക്ഷേമ പെൻഷൻ 1600 ആക്കി ഉയർത്തിയത്, 30 ലക്ഷം പേർക്ക് മാത്രം കൊടുത്തിരുന്ന പെൻഷൻ 60 ലക്ഷത്തിലധികം കുടുംബങ്ങൾ കൊടുക്കുന്നത്, ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ സാധാരണക്കാരന്റെ ജീവിതം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണ്? അത്തരം സാമ്പത്തിക നയങ്ങൾ ആര് പിന്തുടരുന്നു? അത് പരിശോധിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കേണ്ടി വരും. പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം, പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് പുതുതായിട്ട് മലപ്പുറം ജില്ല EMS ഗവൺമെന്റിന്റെ കാലത്തുണ്ടാക്കിയത് നിങ്ങൾക്കറിയാം. മലപ്പുറം ജില്ല ഒരു കൊച്ചു പാകിസ്ഥാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജനസംഘം സമരരംഗത്ത് വന്നപ്പോൾ ആ സമരത്തിനൊപ്പം നിന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന കാര്യം മലപ്പുറത്തും നിലമ്പൂരും ഉള്ളവർക്ക് മറക്കാൻ കഴിയുമോ? ഇങ്ങനെ പറയേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. 1921 മലബാർ കലാപം എന്നുകൂടി അറിയപ്പെടുന്ന ചരിത്ര സംഭവത്തിന് ശേഷം അതിന്റെ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. അതിൽ ഒരാഹ്വാനമുണ്ട്, കൃഷിക്കാരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം. അതിലൊരു താക്കീതുമുണ്ട്. ആ സമരം ചില വർഗീയമായ ഛായ കലർന്ന് ചില സ്ഥലങ്ങളിൽ വഴിതെറ്റിപ്പോകാൻ തുടങ്ങിയ അനുഭവം. ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റുകാരാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതിനുശേഷം മലബാർ പ്രദേശത്ത് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു കല്ലിളകിപ്പോയാൽ ആ പള്ളി അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുമായിരുന്നു? കളക്ടർമാർ അനുവാദം കൊടുക്കുമായിരുന്നു? ഓർക്കണ്ടേ ഇത്? ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാൻ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കഴിഞ്ഞില്ല. മലബാർ പ്രദേശം ഉൾക്കൊള്ളുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മാത്രം ഭരിക്കുന്ന രാജാജി ഗവൺമെന്റ് വന്നപ്പോഴും മുസ്ലിം പള്ളികൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി നിഷേധിച്ചിരുന്ന ആ നിയമത്തിൽ തിരുത്തൽ വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. 1957 EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോഴാണ് മുസ്ലിം മതവിശ്വാസികളുടെ ഹൃദയത്തിൽ വിങ്ങി നിന്നിരുന്ന അവരുടെ സങ്കടം, നമുക്കൊന്ന് നിസ്കരിക്കാനുള്ള പള്ളി അത് പൊളിഞ്ഞു വീണത് നന്നാക്കാൻ പറ്റുന്നില്ല,
കോൺഗ്രസ് ഭരണം വന്നിട്ടും ഇന്ത്യയിലും മദ്രാസി പ്രസിഡൻസിയിലും മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഭരണം മദ്രാസി പ്രസിഡൻസിയിൽ വന്നു, അപ്പോഴും കഴിഞ്ഞില്ല. ഇതൊക്കെ ചരിത്ര വസ്തുതകളല്ലേ? EMS ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോഴാണ് അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണ്ടേ? ഇവിടുന്ന് കുറെ പോയാലാണല്ലോ പുലാമന്തോൾ, അല്ലെ? എന്ത് ദൂരമുണ്ട് ഇവിടുന്ന് പുലാമന്തോളിലേക്ക്? എത്ര മിനിറ്റ് സഞ്ചരിക്കണം? അവിടെ EMS പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളി ഉണ്ടെന്നുള്ളത് അറിയാമോ? മുസ്ലിം പള്ളി അറിയാം. ആ പള്ളി ഞാൻ പോയിട്ടുണ്ട്, ആ പള്ളി കമ്മിറ്റിയുടെ ആളുകളുമായിട്ട്. അപ്പൊ ഞാൻ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പറയും ഇയാൾ ഈ പള്ളിക്കൊക്കെ എതിരാണ് കേട്ടോ എന്ന് പറയും, ചിലർ പറയും, അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പള്ളിയിലും ഞാൻ പോയിട്ടുണ്ട്, പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും പോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പള്ളിക്കെതിരാണെന്നുള്ള കള്ളപ്രചാര വേല നടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നപ്പോ ഒരു കന്യാസ്ത്രീമാരെ കാണാൻ പോയപ്പം കന്യാസ്ത്രീ എന്നോടൊരു കുസൃതി ചോദ്യം ചോദിച്ചു. സാറ് പള്ളിയിലൊക്കെ പോവോ ചോദിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ ഒന്ന് കൈകാര്യം ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് കേട്ടുണ്ടോ? റോമിൽ മാർപ്പാപ്പായുടെ പള്ളി ഉണ്ട്, അവിടെ പോയിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, എങ്കിൽ ഞാനവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനീ പറഞ്ഞത് സ്വരാജിന് വേണ്ടിയാണ്, എൻ്റെ കാര്യം പറയാനില്ല. പള്ളിയും മസ്ജിദും ആരാധനാലയങ്ങളെയും എല്ലാം ആദരവോടുകൂടി കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അല്ല എന്നുള്ള കല്ലുവെച്ച നുണ ഇവൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കല്ലുവെച്ച നുണയാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് പുലാമന്തോളിൽ EMS പള്ളി ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് അവിടെ പുതുതായി പള്ളി കെട്ടാനുള്ള അനുമതി കൊടുത്തത്. EMS വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ, മുഖ്യമന്ത്രിയായിട്ട് പോകാൻ വരുമ്പോൾ ആ പള്ളി അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ചെന്ന് വഴി ചെന്ന് ഈ കടലാസുമായിട്ട് നിന്നു. ആ കഥയെല്ലാം ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പം എം സ്വരാജിനെതിരായി, ചെങ്കൊടി പ്രസ്ഥാനത്തിനെതിരായി, പല കൊടികളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനെതിരായി കള്ളപ്രചാര വേലകൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് തുറന്നു കാട്ടി സത്യം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടക്കണം. അവസാനം സ്വരാജിനെ ജയിപ്പിക്കുകയല്ലേ വേണ്ടത്? ഈ കള്ളപ്രചാര വേലയെല്ലാം തുറന്നു കാട്ടി നടക്കുന്നതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നടക്കണം. സ്വരാജിനെ ജയിപ്പിക്കേണ്ടതാണ് എന്നൊരു വികാരം, ഒരു വിചാരം, ഒരു ആലോചന എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപന നിമിഷം മുതൽ ഈ മണ്ഡലത്തിൽ തുടിക്കുന്നുണ്ട്, ത്രസിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെപ്പോലെ കുറച്ചൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി അവശേഷിക്കുന്ന മണിക്കൂറുകളും മിനിറ്റുകളും നാം ചെയ്യേണ്ടതാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടന തീരുമാനിച്ച് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗമായി വരാൻ തയ്യാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ, ഇന്നലെ വരെയോ ഇന്ന് വരെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ UDFന്റെയോ ഭാഗമായി നിന്നിരുന്നവർ അത് തെറ്റാണ് എന്ന് ക്രമേണ തിരിച്ചറിഞ്ഞ് സ്വരാജിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധത ഉണ്ട് എന്ന് തോന്നുന്നവരെ കണ്ട് അവരുമായി സംസാരിച്ച് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ. അതാണ് സ്വരാജ് ഒരു വാചകത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ ഓരോന്നും നേടിയെടുക്കാനുള്ള പ്രവർത്തനം ഇനിയുള്ള നിമിഷങ്ങൾ നടത്തണം. കോൺഗ്രസുകാരനായ പ്രശസ്ത എഴുത്തുകാരൻ പപ്പേട്ടൻ എന്ന ശ്രീ T. പത്മനാഭൻ പറഞ്ഞ കാര്യം അതൊരു സന്ദേശമായി ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തണം. അതുപോലെ ഈ പറഞ്ഞ M. മുകുന്ദൻ, KR മീര, ബെന്യാമിൻ, കവി സച്ചിദാനന്ദൻ, അങ്ങനെ എത്രയോ പേർ,
ചില പേരുകൾ മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിലമ്പൂർ ഐഷ ചേച്ചി, ഓ അത് പറയാതെ നല്ല കഥയായി. നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരു വലിയ പോരാളിയല്ലേ നിലമ്പൂർ ഐഷ ചേച്ചി. രാഷ്ട്രീയ രംഗത്ത് KR ഗൗരിയമ്മ എന്താണോ അതാണ് സാംസ്കാരിക ലോകത്ത് നിലമ്പൂർ ഐഷ ചേച്ചി. അപ്പോൾ ഓരോ ഓർമ്മകൾ വരും. EKIMUവിനെ പറഞ്ഞു, നിലമ്പൂർ ബാലൻ ചേട്ടനുണ്ട്, അഭിനേതാവ്. ഒരർത്ഥത്തിൽ KT മുഹമ്മദ് ഉണ്ട്. KT മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ EKIMU ഈജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം എഴുതിയതുപോലെ KT മുഹമ്മദിന്റെ ഒരു നാടകമുണ്ട്, ഇത് ഭൂമിയാണ്. ഇത് ഭൂമിയാണെന്ന് ഓർത്തുകൊണ്ട് നാം ജീവിക്കണം. വലിയ സന്ദേശമുള്ള ഒരു നാടകമാണ്. ഇത്രയും പറഞ്ഞപ്പോ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം വേണമെങ്കിൽ പറയാവുന്ന, എന്നാൽ നമ്മുടെ ഓർമ്മയിൽ നിരന്തരം തുടിച്ചു നിൽക്കേണ്ട ഒരു പേര്, സഖാവ് കുഞ്ഞാലിയുടെ പേര്, രക്തസാക്ഷി സഖാവ് കുഞ്ഞാലിയുടെ പേര്. ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ അല്പസ്വല്പം വ്യത്യാസമൊക്കെ മണ്ഡലത്തിന് വന്നിട്ടുണ്ടെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച സഖാവ് കുഞ്ഞാലി. അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ ഭൂരഹിതരുടെ പോരാട്ട നായകനായ സഖാവ് കുഞ്ഞാലിയെ MLA ആയിരിക്കുമ്പോൾ വെടിവെച്ചു കൊന്നു. ആര് ചേർന്നാണ് സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നത്? പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഓരോ വോട്ടറും ഒരു നിമിഷം സഖാവ് കുഞ്ഞാലിയെ സ്മരിക്കണം. സഖാവ് കുഞ്ഞാലിയുടെ ജീവൻ കവർന്നെടുത്തവരോടും സഖാവ് കുഞ്ഞാലിയുടെ ജീവൻ കവർന്നെടുത്ത ആ വധക്കേസിലെ പ്രതികളായിരുന്നവരുടെയും പിന്മുറക്കാരോട് കണക്ക് ചോദിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റാൻ കഴിയണം. അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പതാകയും അതിന്റെ ചിഹ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ മണ്ഡലത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ്. കേരളത്തിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ക്ഷേമ പദ്ധതികളുമായും മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് സാമ്പത്തികമായി കേരളത്തെ വളർത്താനുള്ള ഒരു പുതുകേരളം കെട്ടിപ്പടുക്കാനുള്ള സമഗ്രമായ ശാസ്ത്രീയമായ സൂക്ഷ്മമായ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പ്രസ്ഥാനത്തിന് ഒരു തുടർഭരണം നൽകാൻ കേരള ജനത ഗൗരവമായി കരുക്കൾ നീക്കുമ്പോൾ അതിന് കരുത്ത് പകരുന്ന തീരുമാനമായി നിലമ്പൂരിന്റെ വിജയം മാറണം, സഖാവ് സ്വരാജിന്റെ വിജയം മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.